ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിടുക്കാച്ചി ആയിട്ടാണ് കേട്ടോ, നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ലാലേട്ടൻ നമ്മുടെ വീട്ടിലൊന്നും വന്നതല്ല, പക്ഷേ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റും. 3-4 മാസം മുന്നേ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ ഈ ഒരു സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ ഞാനും ഇന്ന് ഫോളോ ചെയ്തിട്ടുള്ളത്. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇന്ന് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള ഐറ്റംസ് ഇത്രയാണ് കേട്ടോ. ചെറിയുള്ളി വേണം, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. നമ്മൾ നോർമലി ചിക്കൻ കറിക്കൊക്കെ എടുക്കുന്ന ഐറ്റംസ് തന്നെ, പക്ഷേ വലിയ ഉള്ളി എടുക്കരുത് കേട്ടോ. ചെറിയുള്ളി നിർബന്ധമാണ്. അതുപോലെ തന്നെ എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ചെറിയുള്ളി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്രാം അളവ് പറയുകയാണെങ്കിൽ 155 ഗ്രാമോളം ഉണ്ട് കേട്ടോ വെയിറ്റ് നോക്കുന്ന സമയത്ത്. പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പില, പിന്നെ ഈ ഒരു ഇഞ്ചി എന്ന് പറയുന്ന ഒരു മീഡിയം സൈസ് ഇഞ്ചി 2 പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ബോൾ സൈസ് വെളുത്തുള്ളി, അതായത് ഏതാണ്ട് ഒരു 9-10 അല്ലിയോളം വരും, വലിയ സൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എൻ്റെത് ഇപ്പോൾ ചെറുതാണെങ്കിൽ ഇത് നല്ല എരിവാണ് കേട്ടോ. അപ്പോൾ വേറെ പൊടിമുളകും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലിടുന്നില്ല, അതുകൊണ്ട് പച്ചമുളക് അത്യാവശ്യം എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ചിക്കന് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ചുട്ട തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള തേങ്ങയുടെ, അതായത് അരമുറി തേങ്ങ എന്ന് നമ്മൾ പറയുമല്ലോ, പകുതി തേങ്ങയോളം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചിരട്ടയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ ഇതുപോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ സ്റ്റൗ ടോപ്പിൽ ഡയറക്റ്റ് വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പൊതുവേ ഇതുപോലെ ഡയറക്റ്റ് കുക്ക് ചെയ്ത് കഴിക്കുന്നത് നല്ലതല്ല എന്നറിയാം, എന്നാലും നമുക്കിപ്പം വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അടുപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും അടുപ്പിൽ വെച്ചിട്ട് തന്നെ ചുട്ടെടുക്കാൻ നോക്കുക കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ അത്രയേറെ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക, ചുട്ടെടുക്കാൻ നോക്കുക. ഇനി നേരത്തെ നമ്മൾ എടുത്തു വെച്ചുള്ള ഐറ്റംസൊക്കെ എടുത്തു വെക്കുക. എന്നിട്ട് നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് ഇനി വേണ്ടുന്നത് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പേര് പറയാന്നുള്ളത് അറിയില്ല, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എന്താണെന്നുള്ളത്. നമ്മൾ പറയും ഒന്നിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കുന്ന സാധനം എന്ന് പറയും, അല്ലെങ്കിൽ ചതക്കുന്ന അമ്മിക്കുട്ടി എന്ന് പറയും, അല്ലെങ്കിൽ കുത്തമ്മി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിലേതാന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ ഈ ഒരു ഐറ്റം എന്തായാലും നമുക്ക് ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റീൽ ടൈപ്പാണ് ഉള്ളത്, നിങ്ങളിൽ മറ്റേ നമ്മുടെ കല്ലിൻ്റെ ഒക്കെ ഉണ്ടാവുമല്ലോ, അതായിരിക്കും എല്ലാ വീടുകളിലും, ഒട്ടുമിക്ക വീടുകളിലും അതായിരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതിൽ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എല്ലാ ഐറ്റംസ് ചതച്ചെടുത്തിട്ട്, അതായത് നമ്മൾ ചുട്ടിട്ടുള്ള തേങ്ങ വരെ ചതച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കറി വെക്കുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പി എന്ന് തന്നെ പറയാം, പക്ഷേ ഈ ഒരു ഐറ്റംസൊക്കെ ചതച്ചെടുത്തിട്ട് വെക്കണം, അത്രയേ ഉള്ളൂ മെയിനായിട്ടുള്ള ഇതിൽ പരിപാടി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിലെല്ലാം ഒന്ന് ചതച്ചെടുക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതുപോലെ ചെറിയുള്ളി ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളി മൊത്തത്തിൽ ഇട്ട് കൊടുക്കാതെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ചതച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ചെറിയുള്ളി ഇതുപോലെ ചതച്ചതിന് ശേഷം ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെളുത്തുള്ളി ചതച്ചെടുക്കുക. അങ്ങനെ വെളുത്തുള്ളി ഏതാണ്ട് ഒന്നങ്ങ് ചതഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി ഉണ്ടല്ലോ അതും ഇതിൽ തന്നെ ഇട്ടിട്ട് മൊത്തത്തിലായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ പിന്നെ വേറെ എന്താണ്, ഇതുപോലത്തെ കുത്തമ്മി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിൽ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യുക. ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാൻ നിൽക്കണേ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്തതിന് ശേഷം നമുക്കിനി പച്ചമുളകും കറിവേപ്പിലയും കൂടി ചതച്ചെടുക്കാം. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചെടുക്കുക കേട്ടോ. കറിവേപ്പില ചതക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി, പക്ഷേ ചതച്ചെടുക്കുമ്പോൾ ആ ഒരു പച്ചമുളക് കുറച്ചൊന്ന് ഞെരിടിയ പോലെ ആവുമല്ലോ, അപ്പം നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഡയറക്റ്റ് കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതാ രണ്ടും കൂടി ഇതുപോലെ ചതച്ചെടുക്കുക.
അങ്ങനെ പച്ചമുളകൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചുട്ട് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു അമ്മിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുത്തിയെടുത്ത് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറേ സമയം ഇങ്ങനെ ചതച്ചെടുത്ത് നോക്കിയേട്ടാ, ഏതാണ്ട് നല്ലപോലെ പകുതിയോളം ചതച്ചെടുത്ത്, പക്ഷെ നല്ല സമയം എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ശക്തിയിൽ ചെയ്തെടുത്തിട്ടും അങ്ങനെ ഓവറായിട്ട് എനിക്ക് ചതച്ച് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നമ്മുടെ ഒരു സ്റ്റീൽ ടൈപ്പ് ആണല്ലോ ഐറ്റം, ആ ഒരു കല്ലിൻ്റെ ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് പറ്റും തോന്നുന്നുണ്ട്. അങ്ങനെ ഞാനത് പറ്റാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് ഓവർ തേങ്ങ പോലെ ചിരകുന്ന പോലെ ആക്കാതെ ചതച്ചെടുക്കുന്ന ആ ഒരു രീതിക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ നിങ്ങൾ മാക്സിമം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ല. പിന്നെ ആ ഒരു കല്ലിൻ്റെ ടൈപ്പ് അമ്മിക്കുട്ടിയൊക്കെ ആണെങ്കിൽ ചതച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ, പെട്ടെന്ന് തന്നെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മൾ നോർമലി കറി പീസിൻ്റെ ആ ഒരു സൈസിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ ആ ഒരു റെസിപ്പിയിൽ ചെയ്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് ലാലേട്ടൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് കറിക്കൊക്കെ നമ്മൾ കുറച്ച് എല്ലോട് കൂടിയിട്ടൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും അല്ലേ കറി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലാലേട്ടൻ ചെയ്ത പോലെ ബോൺലെസ് പീസ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി കേട്ടോ, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു കറി ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ചെയ്യേണ്ടത്, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, എങ്കിൽ നന്നായിട്ട് വഴറ്റി എടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ല സോഫ്റ്റായി കിട്ടുന്നിടത്ത് തന്നെ വഴറ്റിയെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ തേങ്ങ മാത്രം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, അത്യാവശ്യം സോഫ്റ്റായി കിട്ടുന്നവർ തന്നെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് കളറൊക്കെ മാറി കിട്ടുന്ന നേരത്തെ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്ര ആയതിനു ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്ന് പറയുന്ന ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഫെന്നൽ സീഡ്സ് പൗഡർ, അതായത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിലേക്ക്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി എരിവ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക, കാരണം നമ്മൾ അത്യാവശ്യം പച്ചമുളക് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇല്ല, നമ്മുടെ ഉണക്കമുളക് ചതച്ചത്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേറെ മല്ലിപ്പൊടി മുളക് പൊടി കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം ഈ ഒരു സമയത്ത്. എത്രത്തോളം ചെറുതായിട്ട് കുറച്ച് വെക്കാൻ പറ്റും അത്രത്തോളം ചെറുതായിട്ട് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പൊടികൾ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പൊടികളുടെ ആ ഒരു നല്ല മണമൊക്കെ വരും, അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങയുടെ അളവ് എന്ന് പറയുന്ന കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താം കേട്ടോ, നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട്. പിന്നെ തേങ്ങ ഒരുപാട് ഓവറായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം പാകത്തിനായിരിക്കണം കേട്ടോ ഇതിൻ്റെ മസാലകളൊക്കെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏതാണ്ട് ഒരു 1-2 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ചിക്കനിലും കൂടി ഒന്ന് പിടിച്ച് കിട്ടട്ടെ അതുവരെ. പിന്നെ വേറെ എന്താണ്, ഞാനെടുത്ത അതേ മെഷർമെൻറ്റിലാണ് ചിക്കൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് 1 കിലോ ചിക്കൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഐറ്റംസും ഞാൻ എടുത്ത അതേ മെഷറിങ് തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിലും നല്ല പെർഫെക്റ്റ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ, കാരണം എല്ലാ മസാലയും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് തന്നെ എടുക്കുക.
പിന്നെ ലാലേട്ടന് നമ്മുടെ ആ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരു കൈയളവിലാണ് കേട്ടോ ഇടുന്നത്. കറക്റ്റ് ഒരു അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ കറക്റ്റായിട്ട് ഒരു അളവ് നിങ്ങൾക്ക് പറഞ്ഞു തരാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ചെയ്യാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും തന്നെ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. വെള്ളം ഒഴിക്കാതെ ആ ഒരു ചിക്കനിൽ വരുന്ന വെള്ളത്തൊക്കെ കൊണ്ടൊക്കെ ഇത് വെന്ത് വന്നിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത് കറിയല്ല, നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുന്നില്ല, ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കിടിലനായിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് അടപ്പ് തുറന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്, തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അഥവാ നിങ്ങൾക്ക് അടിക്ക് പിടിക്കുന്നില്ല, ഇതൊരു ഡ്രൈ ആയിട്ട് ചെയ്യുന്ന ഐറ്റമായതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഒരുപാട് ഒഴിക്കണ്ട. അപ്പോൾ ഞാനിതിപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇതുപോലെ ആ ചിക്കൻ നമുക്ക് അത്യാവശ്യം എന്തായാലും എല്ലോട് കൂടിയിട്ടൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഞാൻ ഇതുപോലെ അടപ്പ് തുറക്കുന്നുണ്ട്, ഇളക്കി കൊടുക്കുന്നുണ്ട്, തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ വീണ്ടും വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം ഒന്ന് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക, ഒരു ലോൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ ഇതുപോലെ വേവിച്ചെടുക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ കറി ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അതിന് മുന്നേ ഒരല്പം കറിവേപ്പിലയും കൂടി ഇതുപോലെ മുകളിലിട്ടിട്ട് ജസ്റ്റ് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യട്ടെ. ചൂടോടെ കഴിക്കാൻ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ട്. ചൂട് തണുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും ചൂടോടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതുപോലെ സെർവ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ തന്നെ എടുക്കുക കേട്ടോ, കാരണം ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിക്ക് തന്നെ എടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്